ഗുഡ് മോർണിംഗ്. കുട്ടികളൊക്കെ കുറവാണ്. 12 പേരാണല്ലോ ജോയിൻ ചെയ്തേക്കുന്നത്. നമ്മള് സ്ഥിരം കയറുന്നവരൊക്കെ ഇല്ലേ ഇവിടെ? ഓണമൊക്കെ ആയതുകൊണ്ടാണ്. ആവണിയുണ്ട്, ആമിനിയുണ്ട്, ദിവ്യുണ്ട്, ദീപ്തിയുണ്ട്, സ്ഥിരം കയറുന്ന കുറച്ചുപേരൊക്കെ ഉണ്ട് അല്ലേ? ഓണമൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും ക്ലാസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യണേ. പിന്നെ കൈ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാറുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ. പഠിച്ചു മടുത്തോ എല്ലാവരും? ഇല്ല. ഓക്കെ. ഇല്ല, കുറച്ചും കൂടി ഉള്ളൂ. നമുക്ക് തീരാറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒക്കെ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ഏതാണ്? ഹൗസ് കീപ്പിംഗ്. അല്ലെങ്കിൽ 2 ചാപ്റ്റർ കൂടി ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്ലാസ് തീരാറാകുമ്പോൾ നമുക്കൊരു വിഷമാണല്ലേ, തീർന്നു പോയല്ലോ. ഇത്രയും ദിവസം നേരിട്ട് കാണണമെങ്കിലും നിങ്ങൾ തമ്മിലൊരു ഇതൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ തമ്മില് വേറെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും, ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ തമ്മില്? ക്ലാസ്സിൽ കയറുന്നതല്ലാതെയൊക്കെ കോൺവെക്കേഷൻ ഒക്കെ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ പറയും അവര്, ക്ലാസ് തീർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഷമാണ്. ഇത്രയും ദിവസം നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് തീർന്നു വന്നതിന്റെ അനുസരിച്ച് നമുക്ക് എന്താ പറയാ, ഒരു വിഷമൊക്കെ ആയിരിക്കും അല്ലെ? പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കും. നിങ്ങൾ നമ്മൾ നേരിട്ട് കാണണമെങ്കിലും നല്ലൊരു റിലേഷനില്ലേ, ഒരു ബോണ്ടില്ലേ എല്ലാവരും തമ്മില് അല്ലേ? പിന്നെ നമ്മളാണെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. ഇഷ്ടംപോലെ പോർഷൻസ് എടുക്കേണ്ട പഠിപ്പിക്കാൻ. ഞങ്ങൾ 3 പേര് നിങ്ങൾക്ക് കട്ടയ്ക്ക് നിന്നിട്ട് തീരാനുള്ള നമുക്ക്. അതുകൊണ്ടാണ് നിങ്ങളോട് വിശേഷം ചോദിക്കാനൊന്നുമില്ല. ഇനി കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും വന്ന് സംസാരിക്കും. അന്നേരമാണ് ശരിക്കും നിങ്ങളുമായിട്ട് ഇപ്പൊ പേരുകളെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങളവിടെ വന്ന് പേര് പറയുമ്പോൾ ഞങ്ങൾക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും ഏതൊക്കെ കുട്ടികളാണ് എന്താണ്. അന്നാണ് ശരിക്കും നമ്മൾ സംസാരിക്കണം, നേരിട്ട് കാണുന്നതൊക്കെ അല്ലെ? നമ്മൾ എവിടെയാ പറഞ്ഞുകൊണ്ടിരുന്നേ? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഒക്കെയാണ് അല്ലെ? ക്ലീനിങ് കാര്യങ്ങള് അല്ലെ? വർക്കുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ? ആ ഒരു പാരഗ്രാഫാണ്. ആരാണ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൻ പറഞ്ഞായിരുന്നു അല്ലെ? എന്താണ്, പേഷ്യൻസിന്റെ റൂമിലൊക്കെ നമുക്ക് ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷൻ പടരാതിരിക്കുക, അതിനുള്ള മാർഗമൊക്കെയാണ് ഹൗസ് കീപ്പർമാർ. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുക. എവിടെ? ഇൻ പേഷ്യന്റ് റൂംസ് ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. നമ്മൾ പഠിച്ചതാണ് HAI. അത് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും പേഷ്യൻസിന്റെ റൂമിലൊക്കെ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സുമാർ ഉപയോഗിക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇനി നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ക്ലീനിങ് ഡ്യൂട്ടീസ്. എന്തൊക്കെയാ? പേഷ്യൻസിന്റെ റൂമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, നമ്മുടെ റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറില്ലേ? അതുപോലെ പേഷ്യൻസിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനിങ് ഡ്യൂട്ടീസ്, പിന്നെ അത് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങള് ഏതൊക്കെയാണെന്നുള്ളത് 3 സെക്ഷൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളോട് ചോദിക്കാം, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഈ പേഷ്യൻസ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നോക്കിയ ഫസ്റ്റ് ആണ് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, wear disposable gloves. Okay, wash and sanitize hands, wear disposable gloves. എന്താ? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, കൈകള് നമ്മൾ നന്നായിട്ട് കഴുകുക, സാനിറ്റൈസ് ചെയ്യുക. വിയർ എന്താണ്? ഡിസ്പോസിബിൾ ഗ്ലൗസ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ സേഫ്റ്റിയെ നോക്കുന്നത്. അതായത് എന്താ പറഞ്ഞിരുന്നത്? ഹാൻഡ്സുകള്, കൈകള് നന്നായിട്ട് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ഡിസ്പോസിബിൾ ഗ്ലൗസ് ധരിക്കുക.
ലീവിംഗ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ. ക്ലീനിങ് കാർട്ട്, അതായത് ക്ലീനിങ് കാർട്ട് എന്ന് വെച്ചാൽ എന്താ, കാർട്ട് വണ്ടികള്, അത് ആ ഹാളില് വെക്കുക. സ്റ്റെപ്പ് ബൈ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ആ ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ സ്ഥാപിക്കുക. അതായത് അവിടെ ക്ലീനിങ് നടക്കുകയാണ്, അത് കാണിക്കുന്ന സേഫ്റ്റി സൈൻസുകൾ ആ ഡോറിന്റെ പുറത്ത് വെക്കുക. വേറെ ആർക്കും അങ്ങോട്ടേക്ക് ഓടി കയറാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത് ആ ക്ലീനിങ് കാർട്ട് ഹാളിൽ വെക്കുക. പിന്നെ ആ ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈൻസുകൾ വെക്കുക. അടുത്ത നോക്കിയ ഇൻസ്റ്റന്റ്ലി സ്ട്രെങ്തൻ ദ റൂം വേക്കന്റ് ആൻഡ് റീലൈൻ ട്രാഷ് ക്യാൻസ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് എന്ത് ചെയ്യുക, ഉടനടി തന്നെ ആ റൂം സ്ട്രെയിറ്റൻ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ സ്ട്രെയിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, നേരെയാക്കുക. വലിച്ചു വാരി കിടക്കുന്ന സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി എല്ലാവരും നേരെയാക്കുക. വേക്കന്റ് ആൻഡ് റീലൈൻ ട്രാഷ് ക്യാൻസ്, ചവിട്ടുകുട്ടകള്, വേസ്റ്റ് ബാസ്കറ്റ്, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മള് അത് വേക്കന്റ് ആക്കുക, അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. തൽക്ഷണം നേരെയാക്കുക, അത് മാറ്റി അത് യഥാസ്ഥാനത്ത് തന്നെ വെക്കുക. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫസ് ഏരിയ. ഹൈ ടച്ച് സർഫസ് ഏരിയ, ഉയർന്ന പ്രതലങ്ങള്, മുകളില് ടോപ്പ്, ഇതൊക്കെ എന്താ, അതൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇതെല്ലാം എന്താ, നേരെയാക്കുക എന്നുള്ളത് കേട്ടോ. പൊടി ഇതൊക്കെ തട്ടി എന്ത് ചെയ്യുക, അത് ക്ലീൻ ആക്കുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഡസ്റ്റ്, അഞ്ചാമത്തെ പോയിന്റ് ഇതൊക്കെ. ഡസ്റ്റ് എയർ വെന്റ്. എയർ വെന്റ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റർ തന്നെ, വെന്റിലേറ്റർ ആണ് കേട്ടോ. എയർ വെന്റിലേഷൻ ഇല്ലേ, വെന്റിലേറ്റർ അല്ല, എയർ വെന്റിലേഷൻ, വായു വരാനുള്ള ഇതൊക്കെ ഇല്ലേ, വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഇല്ല, അത്. ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്സ്, വിൻഡോസ്, സിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പൊടി തട്ടുക. ആ വെന്റിലേഷനിലെ ഇപ്പൊ ജനല് ഏതാണോ നമുക്ക് ആ വായു കിടക്കുന്ന ആ ഇത്, അത്. പിന്നെ ലൈറ്റുകള്, ടെലിവിഷൻ സെറ്റ്, വിൻഡോ, ഇതൊക്കെ എന്താണ്, വിൻഡോ സിൽസ് എന്ന് വെച്ചാൽ ജനൽപ്പടി എന്നാണ് കേട്ടോ. ജനൽപ്പടി, ഇതെല്ലാം എന്ത് ചെയ്യുക, പൊടി തട്ടുക. ഇതൊക്കെ റൂം ക്ലീനിങ്ങിൽ വരുന്ന കേട്ടോ. പേഷ്യന്റ് റൂം ക്ലീനിങ് ടാസ്ക് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ, സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ്സൈഡ് കമോഡ്. കമോഡ് എന്ന് പറയുന്നത് മലവിസർജന പാത്രമൊക്കെ ഇല്ലേ, അതൊക്കെ സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. ബെഡ്സൈഡ് കമോഡ് എന്ന് പറഞ്ഞാൽ മലവിസർജന പാത്രം. ബെഡിന്റെ സൈഡുകള്, ആ പാത്രങ്ങള്, ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. Then wipe down countertops, check furnitures, disinfect door handles. ഉണ്ടോ, കൗണ്ടർ ടോപ്പുകള് ഒക്കെ തുടച്ച് നേരെയാക്കുക. Then വീപ്പ് എന്ന് വെച്ചാൽ തുടയ്ക്കുക, WIP, തുടയ്ക്കുക. Then check furnitures, ഫർണിച്ചർ ഒക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും എന്താ പറയാ, കേടായിട്ടുണ്ടോ, പൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യുക. ഡിസിൻഫെക്ട് ഡോർ ഹാൻഡിൽ, ഡോറിന്റെ ഹാൻഡിലൊക്കെ എന്ത് ചെയ്യുക, ഡിസിൻഫെക്ഷൻ ചെയ്യുക, അണുവിമുക്തമാക്കുക. അത്രയും പേഷ്യന്റ് റൂം ക്ലീനിങ് ടാസ്കിൽ വരുന്നതാണ്, അല്ലെങ്കിൽ റൂം ക്ലീനിങ് ഡ്യൂട്ടീസ് വരുന്നതാണ്. ആ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് അത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കണേ. അടുത്ത നോക്കിയേ, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. ഇനി ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ എന്തൊക്കെയാന്ന് നോക്കിയേ. എംപ്റ്റി ആൻഡ് സാനിറ്റൈസ് ട്രാഷ് ക്യാൻ നീഡഡ്, റീപ്ലേസ് ലൈനേഴ്സ്. ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ കവർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചവറ്റുകുട്ടകള്, ബാത്റൂമിലൊക്കെ ആണെങ്കിൽ വെച്ചിട്ടുള്ള ഈ വേസ്റ്റ് ബാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് ട്രാഷ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് നമ്മൾ അത് അണുവിമുക്തമാക്കുക, സാനിറ്റൈസ് ചെയ്യുക, കാലിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. അതൊക്കെ നിറഞ്ഞിരിക്കുന്നതൊക്കെ മാറ്റി അവിടെ യഥാസ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ്. ഹാൻഡ് റെയിൽസ് ഒക്കെ, അതുപോലെ ഡോറിന്റെ നോബ്, കൈപ്പിടി, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഇതൊക്കെ അങ്ങനെയുള്ള ടച്ച് പോയിന്റ്സുകൾ സാനിറ്റൈസ് ചെയ്യുക. ടച്ച് പോയിന്റ് നമ്മൾ ടച്ച് ചെയ്യുന്നത്, ലൈറ്റ് ഒക്കെ സ്വിച്ച് ഒക്കെ എപ്പോഴും ഇടുന്നതല്ലേ, അങ്ങനെയുള്ള ആ സ്പർശന പ്രതലങ്ങള് എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ്.
അടുത്ത് നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്, സിങ്ക്. ഉണ്ടോ? ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഷവറുകള് ബാത്റൂമിലുള്ള അല്ലേ, ടബുകള്, ടാങ്കുകള്, സിങ്ക്, ഇതൊക്കെ എന്ത് ചെയ്യുക? ടബ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പാത്രം പോലുള്ള അത്, സിങ്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ക്ലീൻ ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ആൻഡ്. ഇതൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ടോയ്ലറ്റിൽ നമ്മൾ ക്ലീനിങ്, ടോയ്ലറ്റ് ഒക്കെ ഇതൊക്കെ ചെയ്യാറുള്ളതല്ലേ അല്ലേ? ചെറിയ വെള്ളം ഒഴിച്ച് അതൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് കഴുകാം. ഫ്ലഷ് ആൻഡ് ടാങ്ക്, സീറ്റ്, ടോയ്ലറ്റ് ബൗള്, ഇതൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇതൊക്കെ കണ്ടാൽ അറിയാലോ, നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നതാണോ ഈ പോയിന്റ്. അതുപോലെ തന്നെ തരും. എന്നിട്ട് അതിനകത്ത് പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടീസിൽ വരുന്നതാണോ, അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നതാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഉണ്ടാക്കും കേട്ടോ. ഇനി അടുത്തതാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകൾ. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ, കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ടാസ്കുകൾ. Make firm that the patient has been discharged and room vacant. അപ്പൊ ഈ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് ഏതിന് വരുന്ന? ഇപ്പൊ പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോയി അല്ലെ, ആ റൂം വേക്കന്റ് ആയി, ഇനി അടുത്ത പേഷ്യൻസിന് വരാനായിട്ട് കുറച്ചും കൂടി നമ്മൾ പറഞ്ഞില്ലേ, അത് ഡെയിലി നമ്മൾ ചെയ്യണ പോലെയുള്ള ക്ലീനിങ് ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം? അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് തന്നെ ചെയ്യണം അല്ലെ. ഡിസ്ചാർജ് ക്ലീനിങ് നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ അടുത്ത പേഷ്യന്റ് റെഡി ആക്കാനാണ്, അധികം റൂം വേക്കന്റ് ആവുകയാണ്. അപ്പൊ ഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി തറവ് ആയിട്ടുള്ള ക്ലീനിങ് ചെയ്യണം അവിടെ. പെർഫോം ഹാൻഡ് ഹൈജീൻ, വിയർ ഗ്ലൗസ്, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. പറഞ്ഞത് തന്നെ പോയിന്റ്സ് ഒക്കെ വരുന്നത്. ഹാൻഡ് ഹൈജീൻ നോക്കാം, വിയർ ഗ്ലൗസുകൾ ധരിക്കാം, സേഫ്റ്റി സൈൻ ഡോറിന് പുറത്ത് വെക്കുക. ദെൻ അടുത്തൊക്കെ ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്സ്, ബോട്ടം ആൻഡ് സൈഡ്സ്, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവർ, ഇതൊക്കെ മാറ്റുക. ബെഡ് മാട്രസ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ബെഡിന്റെ ടോപ്പ്, അത് പിന്നെ ബോട്ടം, സൈഡ്, വശങ്ങള്, താഴെ, പിന്നെ ഈ കവറുകൾ, അതായത് ബെഡ് കവർ, പില്ലോ കവർ, ഇതെല്ലാം മാറ്റി മൊത്തത്തിലൊന്ന് ക്ലീനിങ് ചെയ്യുക. അടുത്ത് നോക്കിയേ, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ cushions, not stains or damage. പിന്നെ അടുത്ത് വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചേഴ്സ്. ഫർണിച്ചറുകളില്ലേ, അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാന്ന് ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, അതിന്റെ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ തൂത്തിടുക. വാക്വം എന്ന് പറഞ്ഞാൽ വലിച്ചിടുക. വാക്വം ഇതൊക്കെ ഇല്ലേ, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. കസേര, അതുപോലെ തന്നെ ടേബിള്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്നുകൂടി ഡീപ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്യുക. ടേൺ കുഷ്യൻസ്, കുഷ്യനുകളൊക്കെ എന്ത് ചെയ്യുക? മാറ്റുക. തിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അത് മാറ്റുക. പിന്നെ അടുത്തത് തന്നെ സ്റ്റെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് മാറ്റുക എന്നുള്ളത്. നോട്ട് സ്റ്റെയിൻ ഓർ ഡാമേജ്. എന്തെങ്കിലും ഡാമേജ് കീറിപ്പോയിട്ടുണ്ടോ കുഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകൾ, സ്റ്റെയിൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ, ഇതെല്ലാം നോട്ട് ചെയ്യുക, അത് മാറ്റുക. അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്, വീൽ ചെയർ, IV പോൾസ് എക്സെട്ര. ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇതാ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വീൽ ചെയറുകൾ. IV പോൾ എന്ന് പറഞ്ഞാൽ എന്താ? IV പോൾ ഇൻട്രാവീനസ് പോൾസ് ആണ്. എന്താ? ഗ്ലൂക്കോസ് ഒക്കെ കഴിക്കുന്ന സ്റ്റാൻഡില്ലേ, ഗ്ലൂക്കോസ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡില്ലേ, ഗ്ലൂക്കോസ് നമ്മൾ തൂക്കിയിടുന്ന ആ സ്റ്റാൻഡില്ലേ, അതാണ് IV പോൾ എന്ന് പറഞ്ഞത്. ഇൻട്രാവീനസ് പോൾ എന്നാണ് പറയുന്നത്. ഇൻട്രാവീനസ് പോൾസ്, വീൽ ചെയർ, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. Then check and refill soap and paper towel dispensers. കണ്ടോ, ഈ സോപ്പ്, പേപ്പർ ടവൽ, ഇതൊക്കെ ചെക്ക് ചെയ്യുക, റീഫിൽ ചെയ്യുക, അത് നിറയ്ക്കുക. Then അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്, വെറ്റ് മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പേഷ്യൻസിന്റെ ബാത്റൂം സീറ്റ് തുടയ്ക്കുക, വെറ്റ് മോപ്പ് തൂത്തുവാരുക, തുടയ്ക്കുക, അത് സാനിറ്റൈസ് ചെയ്യുക. ഫ്ലോറുകൾ മുഴുവനും, ഫ്ലോറൊക്കെ എന്ത് ചെയ്യുക? സാനിറ്റൈസ് ചെയ്യുക.
ഫ്ലോറുകൾ സാനിറ്റൈസ് ചെയ്യുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിനകത്ത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പേഷ്യന്റ് റൂം ക്ലീനിങ്ങിൽ വരുന്നതാണോ, പേഷ്യന്റ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നതാണോ, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ വരുന്നതാണോ, ഈ പോയിന്റ്സുകൾ അതുപോലെ തരും. എന്നിട്ട് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ, ഏതൊക്കെയാണ്. ഈ ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ് ആണ്. അതായത് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി അതിനുശേഷം അടുത്ത പേഷ്യന്റിന് വരാൻ പാകത്തിന്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ചെയ്താൽ പോരാ അല്ലേ, കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെ ക്ലീനിങ് ചെയ്യണം. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ വരുമ്പോ കുഷ്യൻസ് മാറ്റോ ഫർണിച്ചർ പോളിഷ് ചെയ്യോ തുടയ്ക്കോ ഇതൊക്കെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. വീൽ ചെയറുകള്, IV പോള്, ഇതൊക്കെ അങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകള് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി ഡീപ്പ് ക്ലീനിങ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പോയിന്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ ചോദിക്കുള്ളൂ. ഇനി അടുത്തത് വരുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഏരിയാസ്. ഹോസ്പിറ്റലിലെ മറ്റുള്ള ഏരിയകൾ, ഇപ്പൊ നമ്മള് ഏതാ പേഷ്യന്റിന്റെ റൂം പറഞ്ഞു, ബാത്റൂം ക്ലീനിങ് ഒക്കെ പറഞ്ഞു. ഇനി മറ്റുള്ള ഏരിയയിലുള്ള ഡെയിലി അവർ ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ ഏതൊക്കെയാണ്, ക്ലീനിങ് ജോലികൾ ഏതൊക്കെയാണ്. ഓക്കെ, ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് അതിന്റെ കൂടെ തന്നെ ഒരു സെന്റൻസ് ആയിട്ട് പറയുന്നത് റിനസേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വിത്ത് 3 quarters full. Okay, cleaning up the sanitized surface contaminated by the body fluid after protocol. ആ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച്, അവിടുത്തെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ എന്തെങ്കിലും മലിനമായിട്ടുള്ള ഉപരിതലങ്ങൾ അത് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അത് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. ആ ബോഡി ഫ്ലൂയിഡ്സ് ഏതെങ്കിലും കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആ എന്താ പറയാ സർഫസുകൾ, ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടൊക്കെ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസ് അത് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എന്തനുസരിച്ച്? പ്രോട്ടോകോൾ അനുസരിച്ച്. ഹോസ്പിറ്റലിലെ ആ നിയമങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ആ മലിനമായിട്ടുള്ള ആ ഒരു ഉപരിതലങ്ങള് സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ അതുപോലെ എന്താ പറഞ്ഞേക്കണം അവിടെ, അതായത് നമുക്ക് ആ ഈ റിനിസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ എന്താ പറയാ അത് നിറയ്ക്കുക. ഷാർപ്പ് ഈ നമുക്ക് വലിയ ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇല്ലേ, അത് ഫുള്ള് നമ്മൾ നിറയാൻ നിൽക്കരുത്. അതായത് 3/4 ഭാഗത്തോളം 3 quarters full, 3/4 ഭാഗം നിറയുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യുക, അത് മാറ്റുക. റീപ്ലേസ് എന്നുള്ള മീനിങ് ആട്ടോ, റീപ്ലേസ് ചെയ്യുക. അത് നിറച്ചിട്ട് അവിടെ സ്ഥാപിക്കുക, മാറ്റി സ്ഥാപിക്കുക, റീപ്ലേസ് ചെയ്യുക. ഷാർപ്പ് കണ്ടെയ്നേഴ്സ് when 3 quarters full. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതണമെങ്കിൽ 2 എഴുതാം. അവിടെ നമ്പർ ഇല്ലാന്നുള്ളൂ കേട്ടോ, അവിടെ 2 നമ്പർ ഇട്ട് വെച്ചോ. അവിടെ അതിന്റെ കൂട്ടിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കൊടുക്കാം. 1 കഴിഞ്ഞ 3 ആണ് കൊടുത്തേക്കണേ, നമ്പർ 2 അവിടെ ഇട്ടിട്ടില്ല. അടുത്ത് നോക്കിയാൽ കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിപ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ഡിപ്രിസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങളാട്ടോ, മാലിന്യങ്ങള്, അവശിഷ്ടങ്ങള്. ഈ നമ്മുടെ ഫ്ലോറ് എന്തെങ്കിലും അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ തെന്നിപ്പോകുന്ന അങ്ങനെ അപകട സാധ്യതയുള്ള കാര്യങ്ങള്, അതിൽ നിന്നൊക്കെ ഫ്ലോറ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അങ്ങനെയുള്ള ഒന്നും ആ തറയിൽ കിടക്കാൻ പാടില്ല, എപ്പോഴും ക്ലീൻ ചെയ്തിടുക. കൺഫേം ചെയ്യുക, സ്ഥിരീകരിക്കുക, ഉറപ്പിക്കുക. ഫ്ലോറുകള് എന്താണ്? ഫ്രീ ഓഫ് ഡിപ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. അപകടകരമായിട്ടുള്ള തെന്നിപ്പോകുന്ന രീതിയിലുള്ള വസ്തുക്കള് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ ആ ഫ്ലോറ് ഫ്രീ ആണ് എന്ന് കൺഫേം ചെയ്യുക, ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് 4th പോയിന്റ് നോക്കിയേ, ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. ഇമ്മീഡിയറ്റ് ആയിട്ട് തൽക്ഷണം ക്ലീൻ ചെയ്യുക. എന്ത്?
എന്തെങ്കിലും തറയിലോ ഫർണിച്ചറിലോ എന്തെങ്കിലുമൊക്കെ ചോർന്നൊലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തൂവിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ക്ലീൻ അപ്പ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ക്ലീൻ സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. ഇപ്പൊ ഫർണിച്ചറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തറയിലോ എന്തെങ്കിലും തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉടനടി തന്നെ ക്ലീൻ ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ക്ലീൻ ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, keep an eye on the personal belongings left by patients and visitors. Okay, keep an eye on personal belongs left by patients and visitors. അതായത് പേഷ്യൻസും അതുപോലെ തന്നെ വിസിറ്റേഴ്സും അവരൊക്കെ ഉപേക്ഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് നോക്കിയ PRSONAL, സ്വകാര്യ അവർക്കുടെ ആ എന്തെങ്കിലും വസ്തുക്കള്, സ്വകാര്യ വസ്തുക്കള് അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക അല്ലെങ്കിൽ എന്താ പറയാ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അവര് വീണ്ടും അത് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാകത്തിന് നമ്മളത് സൂക്ഷിക്കുക, അത് വലിച്ചെറിഞ്ഞ് ഒന്നും കളയരുത്. പേഷ്യൻസിന്റെയോ വിസിറ്റേഴ്സിന്റെയോ സാധനങ്ങളൊക്കെ എന്താണ് അത് സൂക്ഷിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് നോക്കി ആറാമത്തെ, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ് വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയർസ്. ഇതൊക്കെ വീണ്ടും അതൊക്കെ തന്നെയാണ് പറയുന്നത്. നോക്കിയ കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കഫറ്റീരിയയിലെ ആ സ്റ്റാഫുമായിട്ട് നമ്മള് ക്ലീനിങ് കാര്യങ്ങളിലെ അതിനെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കഫറ്റീരിയയിലെ സ്റ്റാഫുമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങള് ഏകോപിപ്പിക്കുക. അവിടെ മേശ, കസേര ഇതൊക്കെ എന്ത് ചെയ്യുക, ടേബിൾ, ചെയർ ഇതൊക്കെ തുടയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക. ആൻഡ് സാനിറ്റൈസ് ടേബിൾ, ചെയേഴ്സ്, ടേബിളുകള്, ചെയറുകള് ഇതൊക്കെ തുടച്ച് സാനിറ്റൈസ് ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻനെസ് ആൻഡ് സൈൻസ് ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡന്റ്. റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റോഡന്റ് റോഡന്റ് എന്താ? RODENTS, റോഡൻസ്. എലികള്, എലിശല്യം. ഈ നമുക്ക് ചെക്ക് ദ സ്റ്റോറേജ് ഏരിയ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയയില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലീൻനെസ് പാലിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എലിശല്യോ അതൊക്കെ ഇല്ലാത്ത രീതിയിൽ, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന്റെയൊക്കെ അടയാളങ്ങൾ പരിശോധിക്കുക, ചെക്ക് ചെയ്യുക. അത് അവിടെയൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻനെസ് പാലിക്കുക. Check the storage area for cleanness and kinds of insects or rodents. ചെറു പ്രാണികളുടെയോ എലിശല്യോ അതിന്റെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ആ സ്റ്റോറേജ് ഏരിയ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ഇപ്പൊ നമ്മള് ഡയറ്ററിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് കുറെ ഭക്ഷണ വസ്തുക്കളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യില്ല. അവിടേക്ക് എലിയും പ്രാണിയും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഏരിയ ഒക്കെ നല്ലൊരു ക്ലീൻ ആക്കി വെക്കുക. സ്റ്റോറേജ് ഏരിയകളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അവിടെ നല്ല ക്ലീൻ ആക്കി വെക്കുക. ഇൻസെക്റ്റിന്റെയോ റോഡന്റിന്റെയോ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുക. അടുത്ത് നോക്കിയേ, അപ്ലൈ ഹൈലി സ്ട്രെങ്തൻ ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെർംസ് ആൻഡ് ബാക്ടീരിയ. സ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞാൽ കർശനമായ, ഹൈലി സ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞാൽ കർശനമായ സ്ട്രിക്റ്റ് ആയ ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് കറക്റ്റ് ആയിരിക്കണം. അത് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടിയാൽ പോരാ. ഒരു കർക്കശമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയാ? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെർംസ് ആൻഡ് ബാക്ടീരിയ. ജെർംസും ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം. അങ്ങനെ എത്രണ്ണാണ് നമ്മൾ അതർ ഹോസ്പിറ്റൽ ഏരിയയിലെ ഹൗസ് കീപ്പിംഗ് പറയുന്നത് കേട്ടോ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. 8 പോയിന്റ് ഉണ്ട്, അതൊക്കെ വായിച്ചു നോക്കി.
എല്ലാം ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തായിട്ട് തന്നേക്കണേ. ഇതൊക്കെ കുറെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് ഈ പോയിന്റ്സ് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. എട്ട് പോയിന്റ്സ് ആയിട്ടാണ് അവിടെ കൊടുത്തേക്കണേ കേട്ടോ. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങളാണ് കേട്ടോ. DETRIS അവശിഷ്ടങ്ങൾ, ട്രിപ്പിംഗ് ഹസാർഡ് ഇതൊന്നും ഇല്ലാതെ ആക്കി ഫ്ലോറ് നമ്മൾ കൺഫേം ചെയ്യുക, സ്ഥിരീകരിക്കുക, ഉറപ്പുവരുത്തുക. ഇതൊന്നും ഇല്ല, അതെല്ലാം ഫ്രീ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി എന്തെങ്കിലും നമ്മൾ ഫർണിച്ചറിലോ ഫ്ലോറിലോ ഒക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ പേഷ്യൻസിന്റെയോ വിസിറ്റേഴ്സിന്റെയോ സാധനങ്ങളിലേക്കില്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള്, സ്വകാര്യ വസ്തുക്കള് അത് നിരീക്ഷിക്കുക, അത് കീപ്പ് ചെയ്യുക. പിന്നെ ഈ കഫറ്റീരിയ സ്റ്റാഫുമായിട്ട് ക്ലീനിങ് എഫേർട്ടിനെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. എന്താണ് ടേബിൾ, ചെയർ ഇതൊക്കെ തുടയ്ക്കുക, അത് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ അടുത്തത് ഈ നമ്മൾ സ്റ്റോറേജ് ഏരിയകള് അതിന്റെ നല്ലൊരു ക്ലീനസ് വേണം. അവിടെ ഇൻസെക്ട്സിന്റെയോ എന്തെങ്കിലും റോഡന്റ് ചെറുപ്രാണികളോ അല്ലെങ്കിൽ എലിശല്യം ഇതൊക്കെ അതിന്റെയൊക്കെ അടയാളങ്ങൾ നോക്കുക. പിന്നെ നമ്മള് സ്ട്രെങ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ കർക്കശമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? വെറുതെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇതാവണമെന്നില്ല. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസർ പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. എന്തിനാണ്? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെംസ് ആൻഡ് ബാക്ടീരിയ. ബാക്ടീരിയയും ജെംസും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്, വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടീസ്. ഇത് ചോദിക്കാറുണ്ട്, ടിക്കിട്ട് വെച്ചോ. എന്തൊക്കെയായിരിക്കണം ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ്? അണുനശീകരണം നടത്താനുള്ള ഡിസിൻഫെക്റ്റന്റ്, അതിന്റെ നല്ലൊരു പ്രോപ്പർട്ടി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. എങ്ങനെയായിരിക്കണം? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ്, ഒരു വിപുലമായിട്ടുള്ള ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. വിപുലമായിട്ടുള്ള ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ എന്തെങ്കിലും ബാക്ടീരിയനോ ഒക്കെ നമുക്ക് എന്താ കൊല്ലാനോ തടയാനോ പറ്റുന്ന ഒരു സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണിയാണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ആന്റി മൈക്രോബിയൽ ഉണ്ടോ? മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണിയാണ് സ്പെക്ട്രം. അതൊരു നല്ലൊരു വിപുലമായിട്ടുള്ള ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. ഓപ്പോസിറ്റ് ആണ് അത്. മൈക്രോബ്സിന് എതിരായിട്ട്, മൈക്രോബ്സ് വരാതിരിക്കാൻ എന്താണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. അടുത്ത് നോക്കിയാ അങ്ങനെ നമുക്ക് സൂക്ഷ്മാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നത്, മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ശ്രേണി അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടായിരിക്കണം. പിന്നെ നോക്കിയാൽ ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണ് നാശിനി എന്ന് പറയുന്നത്. എന്താണ്? ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ, പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. ഉണ്ടോ? ആ മൈക്രോബ്സിനെയൊക്കെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന അതായിരിക്കണം. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ, പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരിക്കണം. എന്തിനെ? മൈക്രോബ്സിനെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റിൽ എന്താ? ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്, ബ്ലഡ്, സ്പ്യൂറ്റം. സ്പ്യൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫമാണ് കേട്ടോ. സ്പ്യൂറ്റം, SPUTUM, സ്പ്യൂറ്റം.
അപ്പം ഫീസസ് എന്ന് വെച്ചാൽ മലം. And compatible with the soaps, detergents and other chemicals encountered in use. Okay, എന്തായിരിക്കണം ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററില് അതിന്റെ ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. അത് നമ്മള് ഈ സോപ്സോ ഡിറ്റർജന്റോ അതർ മറ്റുള്ള കെമിക്കൽസ് ഇതൊക്കെ അതിനോടൊക്കെ അനുയോജ്യമായിരിക്കണം. അതിനൊക്കെ യോജിച്ച രീതിയിൽ ഇതിന്റെയൊക്കെ എന്താ പറയാ ആ ഒരു ഓർഗാനിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ അതിനെയൊക്കെ ഒരു നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോടൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം. അടുത്ത നോക്കിയേ, ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആളില്ലേ, യൂസർ, അത് ഉപയോഗിക്കുന്ന ആളുകള് അവർക്ക് ഡേഞ്ചറസ് ആവരുത്. ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യൻസ്. ഉണ്ടോ, അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് അപകടം ആവരുത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡിസിൻഫെക്റ്റന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല അലർജിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേറെ സ്മെല്ലോ അല്ലെങ്കിൽ വേറെ അതുകൊണ്ട് നമുക്ക് വേറെ ദൂഷ്യം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യൻസ്. അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് എന്താ ഒരു അപകടവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടുത്ത നോക്കിയേ, ഷുഡ് നോട്ട് കൊറോഡ് ഇൻസ്ട്രുമെന്റ്സ്. കൊറോഡ് എന്ന് വെച്ചാൽ എന്താണ്, അത് നശിപ്പിക്കുക, തുരുമ്പെടുക്കുക കേട്ടോ. അത് ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ തുരുമ്പെടുപ്പിക്കാൻ പാടില്ല, തുരുമ്പിപ്പിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ല. ആൻഡ് മെറ്റാലിക് സർഫസസ് ആൻഡ് ഷുഡ് നോട്ട് കോസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, അതർ മെറ്റീരിയൽ. ഇനി നമ്മൾ നല്ല എന്താ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുമ്പോൾ അതിപ്പോ തുണിയിലോ അല്ലെങ്കിൽ റബ്ബറോ പ്ലാസ്റ്റിക്കോ മറ്റുള്ള മെറ്റീരിയൽ ഇതിനൊന്നും നാശം വരുത്തരുത്, ഡിസ്ട്രക്ഷൻ, അതിനൊന്നും നശിപ്പിക്കരുത്. പിന്നെ അതുപോലെ മെറ്റാലിക് സർഫസ്, ലോഹങ്ങള്, അതുമായിട്ട് എന്താ പറയാ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ നശിപ്പിക്കരുത്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളെ ഒന്നും തുരുമ്പിക്കരുത്, തുരുമ്പ് പിടിക്കരുത്, അല്ലെങ്കിൽ അതൊന്നും നശിപ്പിച്ച് കളയരുത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാൻ പാടില്ല നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്. നമ്മളിങ്ങനെ ഇതിനെയൊക്കെ കൊല്ലാൻ, മൈക്രോബ്സിനെയൊക്കെ കൊല്ലാൻ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുമ്പോൾ എന്റെ ഏതാണ് എവിടെയാണ് ഇപ്പൊ ഒരു ലോഹത്തില് അല്ലെങ്കിൽ മെറ്റാലിക് സർഫസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ അത് തുരുമ്പിടിച്ച് നശിച്ചു പോകും. അങ്ങനത്തെ ഒരു സ്വഭാവം പാടില്ല, അങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. കൊറോഡ് എന്ന് വെച്ചാൽ തുരുമ്പ് പിടിക്കുക എന്നാട്ടോ, തുരുമ്പെടുക്കുക, തുരുമ്പെടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് കൊറോഡ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ഇനിയൊന്നും തുരുമ്പിടിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മെറ്റാലിക് സർഫസ് മെറ്റലുമായിട്ടൊക്കെ അത് പ്രവർത്തിക്കുമ്പോൾ അത് തുരുമ്പെടുത്താൽ ആ മെറ്റലിനെ നശിപ്പിക്കാൻ പാടില്ല. തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി നശിച്ചു പോകുമല്ലോ. കുറച്ച് നാള് തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളമായി പോകും. ഇരുമ്പ് സാധനങ്ങളൊക്കെ മെറ്റാലിക് സർഫസുകളിലൊന്നും ഇങ്ങനെയുള്ള നാശം വരുത്തരുത്. പിന്നെ ക്ലോത്ത്സ്, റബ്ബർ, പ്ലാസ്റ്റിക്, മറ്റുള്ള മെറ്റീരിയൽസ് ഇതിനൊന്നും എന്താണ് ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കാൻ പാടില്ല. അടുത്ത് നോക്കിയേ, ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. പിന്നെ എന്താണ്, അത് ക്ലിയർ ആയിട്ട് എഴുതണം. അതായത് നമുക്കത് എന്താണ് ലേബൽ ചെയ്യണം കറക്റ്റ് ആയിട്ട്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിന്റെ യൂസ് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് വേണം. ആ ഒരു ഡിസിൻഫെക്റ്റന്റ് ഇത്ര ഒരു കപ്പ് ഇത്ര വെള്ളത്തില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറക്റ്റ് ലേബല് കാര്യങ്ങള് നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കണ്ടെന്നുള്ള ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഷുഡ് ഹാവ് എ കൺജീനിയൽ ഓർഡേഴ്സ് ഓർ no orders to facilitate its routine use. ഇനി ചിലതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്മെല്ല് ഉണ്ടാവാം അല്ലേ. നമുക്ക് എന്താ പറയാ, നമുക്ക് ഭയങ്കര ദുർഗന്ധം പോലെ അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവാം. ഇത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു അനുയോജ്യമായ സ്മെല്ലായിരിക്കണം. കൺജീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുയോജ്യമായ
യോജിച്ച, സ്യൂട്ടബിൾ, നല്ല മണമായിരിക്കണം. അല്ലെങ്കിൽ അതിന് വേറെ ഇങ്ങനെ മണം ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്തിനു വേണ്ടി? നമുക്കത് റുട്ടീൻ യൂസ്, ദിവസേനയുള്ള ആ ഉപയോഗത്തിന് നമുക്ക് നല്ലൊരു സൗകര്യപ്രദമാകുന്ന രീതിയിൽ അതിന് വേറെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കണം. നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്. അല്ലോ, നിയന്ത്രിതമായിരിക്കുന്ന, പ്രോഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതായത് ഒരുപാട് വിലയൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നിയന്ത്രിതമായിരിക്കണം. ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്. ആ വിലയില് എന്താ പറയാ, അതൊരു നിയന്ത്രിതമായിരിക്കണം. അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഇതൊന്നും വരാൻ പാടില്ല. അടുത്ത നോക്കിയേ, ഷുഡ് ഹാവ് നെക്സ്റ്റ് നോക്കിയാൽ ഷുഡ് ബി സോലിബിൾ ആസ് വാട്ടർ. വെള്ളത്തിൽ സോലിബിൾ ആയിരിക്കണം. വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. സോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സോലിബിൾ? നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എങ്ങനെയായിരിക്കണം? നമ്മുടെ നോർമൽ വാട്ടറിൽ എന്തായിരിക്കണം? സോലിബിൾ ആയിരിക്കണം. സോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? SOLUBLE. സോലിബിൾ എന്താ? വെള്ളത്തിൽ സോലിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സോലിബിൾ ആയിരിക്കണം, എന്താ ലയിക്കുന്നതായിരിക്കണം. ഈ ഡിറ്റർജന്റ് വെള്ളത്തിൽ ഇപ്പൊ നമ്മൾ പറയൂലേ, ഇപ്പൊ ഒരു അടപ്പെടുത്തിട്ട് അത് 2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോ വെള്ളത്തിൽ ലയിക്കണം എന്ന്. അതൊരു പ്രത്യേകതയാണ് അതിന്റെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടിയാണ്. അത് വെള്ളത്തില് സോലിബിൾ ആയിരിക്കണം, ലയിക്കുന്നതായിരിക്കണം. ഷുഡ് ബി സോലിബിൾ ആസ് വാട്ടർ. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ഷുഡ് ബി ഇൻസോലിബിൾ ഇൻ വാട്ടർ. ഇൻസോലിബിൾ ആണോ? അതൊന്ന് നോട്ട് ചെയ്തോട്ടോ, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോ. സോലിബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കുന്നതായിരിക്കണം, ഇൻസോലിബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കാത്തത്. സോലിബിൾ ആണ്, സോലിബിൾ വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കണം. അതൊരു നല്ലൊരു ഒരു ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി അല്ല, വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കണം. നേരെ ഡയറക്റ്റ് പ്രയോഗിക്കുകയല്ല, ചിലപ്പോൾ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അതിനെ നേർപ്പിച്ചിട്ടായിരിക്കും, ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സോലിബിൾ. വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം, ലയിക്കുന്നതായിരിക്കണം. അടുത്ത നോക്കിയേ, ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഇൻ ഡൈല്യൂഷൻ. കണ്ടോ, കോൺസെൻട്രേറ്റില് അതാ കോൺസെൻട്രേറ്റ് ആയിരിക്കുമ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കണം, അത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിരിക്കും. മനസ്സിലായോ? അത് കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുമ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കണം. അതിന് കുറച്ച് നമുക്ക് നേർപ്പിച്ച് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, 1 കപ്പ് എടുക്കുക, നമുക്കത് 1 ബക്കറ്റ് വെള്ളത്തിൽ കലക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ്. ആ കോൺസെൻട്രേറ്ററിൽ നമ്മൾ എന്താ പറയാ, കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ കട്ടിയായിട്ടുള്ളത്, അത് ഹാർഡായിട്ടുള്ള, അതില് സ്റ്റഡി ആയിട്ടിരിക്കണം. എന്നാൽ നമുക്കത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിരിക്കണം. ഷുഡ് ഹാവ് എ ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. എന്തുണ്ടാവണം? നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടി വേണം. എല്ലാത്തിനെയും ക്ലീൻ ചെയ്യുന്ന, അല്ലെ, ഒരു നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടി ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന് ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ, should not harm the environment on disposal. ഇനി അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ, നശിപ്പിക്കുമ്പോൾ എൻവയോൺമെന്റിന് ദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡിസ്പോസ് ചെയ്യുമ്പോൾ ഒരു എൻവയോൺമെന്റിന് ദോഷമൊന്നും ഉണ്ടാകരുത്. ക്ലിയർ ആയോ? നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. എന്തൊക്കെയാണ് നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന് വേണ്ട പ്രോപ്പർട്ടീസ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ അവിടെ ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ, നമുക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്.
ഓക്കെ ആണോ നോക്കട്ടോ. പോയിന്റ്സ് പെട്ടെന്ന് നമുക്കൊന്നുകൂടി വേഗം ഒന്ന് പറഞ്ഞു പോകാം. വിപുലമായിട്ടുള്ള ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. മൈക്രോബ്സിനെയൊക്കെ കേട്ടോ, മൈക്രോബ്സിനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓർഗാനിക് മാറ്ററിന്റെ സാന്നിധ്യത്തില് അത് പ്രവർത്തിക്കുന്നതായിരിക്കണം. പിന്നെ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഒരു അപകടമൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇരുമ്പ് എന്താ പറയാ മെറ്റാലിക് സർഫസുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് അതിനെയൊന്നും തുരുപ്പിക്കാൻ പാടില്ല എന്ന്, തുരുമ്പ് പിടിപ്പിക്കാൻ പാടില്ല. പിന്നെ ക്ലോത്തോ റബ്ബറോ പ്ലാസ്റ്റിക്കോ മറ്റുള്ള മെറ്റീരിയൽസ് ഇതിനെയൊന്നും നശിപ്പിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് അത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. കറക്റ്റ് ആയിട്ട് ലേബൽ കാര്യങ്ങൾ ഉണ്ടാവണം. കറക്റ്റ് ഡയറക്ഷൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. പിന്നെ വേറെ നമുക്ക് ആവുന്നില്ലെങ്കിൽ എന്താ പറയാ നമുക്ക് സ്മെല്ല് ഇങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. അല്ലെങ്കിൽ അനുയോജ്യമായ സ്മെല്ലായിരിക്കണം. ഇത് നമുക്ക് ഉപയോഗിക്കുന്ന ഡെയിലി റൂട്ടീന്റെ ഭാഗം അത് നമുക്ക് സുഖപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള മണം ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ വിലയില് എന്താ നിയന്ത്രിതമായിരിക്കണം. വെള്ളത്തില് സോല്യുബിൾ ആയിരിക്കണം, ലയിക്കുന്നതായിരിക്കണം. കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ, അതായത് അത് കോൺസെൻട്രേറ്റ് ആയിരിക്കുമ്പോഴും സ്റ്റഡി ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഡൈല്യൂട്ട് ചെയ്ത് അതായത് നേർപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. പിന്നെ അത് നശിപ്പിക്കുന്ന സമയത്ത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റിന് ഒരു ദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയ ചാലഞ്ചസ് ആണ് കേട്ടോ. അത് ഏതൊരു സെക്ഷനിലുണ്ട് അല്ലെ. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവര് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കിയേ. കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞത് നല്ലൊരു സപ്പോർട്ടീവ് സർവീസ് ആണ്. എന്താ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നല്ലൊരു ക്ലീനിങ് കാര്യങ്ങൾ വേണം. പക്ഷെ അതെന്താണ്, അതിനെ നമ്മൾ വലിയൊരു കാര്യമായിട്ടാണോ കാണുന്നത്? ലോ പ്രയോറിറ്റി ആക്ടിവിറ്റീസ് ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, കൺസിഡർ ആ ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഇപ്പൊ CSST പോലെയോ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് പോലെയോ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസ് ആണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ എന്താ പറയാ, ഈ ഹൗസ് കീപ്പിംഗ് അവിടെ ആ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അല്ലേ, അതിനെ ഒരു കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒപ്പത്തിനുള്ള ഒരു ഇമ്പോർട്ടൻസ് പ്രാധാന്യമൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഇതാണ് കേട്ടോ, കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്, കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികളുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ പരിമിതികള്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികളുണ്ട്. മാൻ പവർ ഷോർട്ടേജ്, മനുഷ്യശേഷി കുറവുണ്ട്. ആവശ്യത്തിന് സ്റ്റാഫുകള് അല്ലെങ്കിൽ ആളുകളുടെ കുറവുണ്ട്. ഈ ഒരു വർക്കിലേക്ക് അധികം ആളുകൾ തയ്യാറല്ല അല്ലെ. ഇപ്പൊ എല്ലാവരും പഠിച്ച് നല്ലൊരു പൊസിഷനിലേക്ക് പോകാനോ നോക്കണേ. അപ്പൊ അവിടെ എന്താ പറയാ, ഈ ക്ലീനിങ് കാര്യങ്ങൾക്ക് ആവശ്യത്തിന് അവർക്കുടെ ഷോർട്ടേജ് ആണ്. അതിനുള്ള മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യശേഷി, ആളുകളുടെ കുറവ്, ഷോർട്ടേജ്. അൺവില്ലിംഗ് സൂപ്പർവിഷൻ, ഇഷ്ടമില്ലാത്ത മേൽനോട്ടം. ലാക്ക് ഓഫ് അവയർനെസ് കുറവ്, അവബോധമില്ലായ്മ. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് അതിന്റെ ഇമ്പോർട്ടൻസ് അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു അവയർനെസ് കുറവ്. Then conflicts and interruptions. Conflicts എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങളും തടസ്സങ്ങളും. Interruptions, conflicts and interruptions, സംഘർഷങ്ങളും തടസ്സങ്ങളും. അടുത്ത് നോക്കിയേ, theft and wastage. മോഷണം വരാം, വേസ്റ്റേജ് ആയി പോകാം, ആടാക്കലും വരാം. സാധനങ്ങളൊക്കെ ആണെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാം, എന്തെങ്കിലും വേസ്റ്റേജ് വരാം. ഇതെല്ലാം വെല്ലുവിളിയാണ്. ഇതും ടിക്കറ്റ് വെച്ചു. ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തെല്ലാം? ഒരു കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. സാമ്പത്തിക പരിമിതികളുണ്ട്. മാൻ പവർ കുറവാണ്, അതായത് അത് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം ഷോർട്ടേജ് കുറവാണ്. ഇഷ്ടമില്ലാത്ത അൺവില്ലിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ,
അവയർനെസ് കുറവ്, സംഘർഷങ്ങളും തടസ്സങ്ങളും, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, മോഷണവും വേസ്റ്റേജ് പാഴാക്കലും. ഓക്കെ, അത് ടിക്കറ്റ് വെച്ചോട്ടോ. രണ്ടും നോക്കണം, ചലഞ്ചസ് നോക്കണം, ആ പ്രോപ്പർട്ടീസ് നോക്കണം. ഒരു ഡിസിൻഫെക്ഷന്റിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റി. ഇത് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഹൗസ് കീപ്പിംഗ് എന്നുള്ളത് ഇതിനകത്തും ഉണ്ട്, എല്ലാ പോയിന്റിലും തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കാം. ബൈഹാർട്ട് ചെയ്യണ്ട, പോയിന്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ അല്ലയോ എന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, മോണിറ്റർ ഓൾ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. കിട്ടിയില്ലേ? ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, ഡെയിലി ഓപ്പറേഷൻസിനെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. കണ്ടെയ്നിങ് ഇതുൾപ്പെടെ ക്ലീൻനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയ എവരി ഡേ. പബ്ലിക് പൊതു ഏരിയകളും എല്ലാ റൂമുകളും വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുക. പഠിച്ചോ? ഒന്നാമത്തെ പോയിന്റ് കണ്ടറിയാൻ പാടില്ലേ? ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് അല്ലെ? ഡെയിലി ഓപ്പറേഷൻ ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, തീർച്ചയായിട്ടും ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ഉത്തരവാദിത്തമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും, ഡെയിലി പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. നെക്സ്റ്റ് നോക്കിയേ, ലീഡ്, ഹിയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ക്ലിയർ അല്ലേ പോയിന്റ്? ലീഡ് ചെയ്യുക, നയിക്കുക, ഹിയർ ചെയ്യുക, ഹയർ എന്ന് വെച്ചാൽ ഹയർ, HIR, ഹയർ, നിയമിക്കുക, ആൻഡ് ട്രെയിൻ, പരിശീലിപ്പിക്കുക ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ to stick to high standards of cleanliness and customer contentment. കസ്റ്റമറിന്റെ സംതൃപ്തി, അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡുകളും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ക്ലീൻനെസ് ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ലീഡ് ചെയ്യുക, നയിക്കുക, ഹയർ ചെയ്യുക, നിയമിക്കുക, പരിശീലിപ്പിക്കുക. അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. ലീഡ്, ഹിയർ ആൻഡ് ട്രെയിനിങ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അത്രയും മതി. പിന്നെ അതുപോലെ ഒന്നാമത്തെ പോയിന്റിൽ എന്താണ്, മോണിറ്റർ ഓൾ ഡെയിലി ഓപ്പറേഷൻ ഓഫ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. അടുത്ത നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ? സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ടേക്ക് ഇൻവെന്ററി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈ. കിട്ടിയില്ലേ? പോയിന്റ് കറക്റ്റ് അല്ലേ? നോക്കിയേ, സൂപ്പർവൈസ് ചെയ്യുക ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകള്, ഇൻവെന്ററി, വിവര പട്ടികകള്, and make sure that adequate cleaning supplies, മതിയായിട്ടുള്ള ക്ലീനിങ് സപ്ലൈസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ ഹൗസ് കീപ്പിംഗ് മാനേജർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവിടുത്തെ ഇൻവെന്ററി, ബഡ്ജറ്റ് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത്, മേൽനോട്ടം വഹിക്കുക. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടോ? അതിൽ നിന്ന് തന്നെ അറിയാൻ പറ്റൂലേ? സൂപ്പർവൈസ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. ബാക്കി വാല പോലെ ആ സെന്റൻസ് ഉണ്ട്, അത്രയും നോക്കിയാലും മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്തിടാം. മൂന്നെണ്ണം ക്ലിയർ അല്ലേ? 3 പോയിന്റ് ക്ലിയർ അല്ലേ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുക. പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ അവരെ ലീഡ് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക, നിയമിക്കുക, പരിശീലിപ്പിക്കുക. പിന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ്, ഇൻവെന്ററി ഇതെല്ലാം മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, documents area cleaned by housekeeping attendants and report any problem such as a room damage or maintenance request to the front office. ഹൗസ്കീപ്പിംഗ് അറ്റൻഡർമാരില്ലേ, അവരാല് ആ ഏരിയകള്, ഹൗസ്കീപ്പിംഗ് ഏരിയകള്, ഡോക്യുമെന്റ് ഏരിയകള് അത് വൃത്തിയാക്കുകയും എന്തെങ്കിലും ഡാമേജുകൾ, റൂം ഡാമേജുകൾ പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് റിക്വസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓർ മെയിൻ്റനൻസ് റിക്വസ്റ്റ് ടു ദ ഫ്രണ്ട് ഓഫീസ്, എങ്ങോട്ട് കൊടുക്കണം? ആ ഫ്രണ്ട് ഓഫീസിലേക്ക് ആ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യുക. എന്തെങ്കിലും ഏതെങ്കിലും ഏരിയയിലെ ഇന്ന റൂം നമ്പറിൽ ഈ ഇതിന്റെ കാര്യങ്ങൾ ചീത്തയാണ്, അത് മെയിൻ്റനൻസ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് അത് ഫ്രണ്ട് ഓഫീസിന് കൊടുക്കുക. ഹൗസ് കീപ്പിംഗ് അറ്റൻഡർമാരാൽ ഡോക്യുമെന്റ് ഏരിയകൾ ക്ലീൻ ചെയ്യിക്കുക,
പിന്നെ എന്തെങ്കിലും റൂം ഡാമേജ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യുക. എനി പ്രോബ്ലം സച്ച് ആസ് റൂം ഡാമേജ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട് ഓഫീസിലേക്ക് അറിയിക്കുക. ഉണ്ടോ? അത് ആ റിക്വസ്റ്റ് കൊടുക്കുക. ക്ലിയർ അല്ലേ? നാലാമത്തെ പോയിന്റ് അവിടെയും ഹൗസ് കീപ്പിംഗ് എന്നുള്ളൊരു വേർഡ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സെന്റൻസ് തന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് ഓൾ ക്ലീനിങ് എക്യുപ്മെന്റ് is in proper working condition. ഇനി ഹൗസ് കീപ്പിംഗ് മാനേജർ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സും നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ റിപ്പയർ ആസ് നീഡഡ്. ഇനി എന്തെങ്കിലും ഉപകരണങ്ങള് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റുകള് എന്തെങ്കിലും അത് എന്താ പറയാ അത് കേടാണെങ്കിൽ അത് ഉടനടി തന്നെ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുക. ഓക്കെ, അത് ചെക്ക് ചെയ്തോണ്ടിരിക്കണം. അത് കണ്ടാലോ ഐഡന്റിഫൈ ചെയ്യാലോ നമുക്ക് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ആ ക്ലീനിങ് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെ ഉണ്ടാവും. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ക്ലീനിങ് എക്യുപ്മെന്റ് ഇൻ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ. അദ്ദേഹം ഉറപ്പിക്കണം എല്ലാ ക്ലീനിങ് എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇനി ഏതെങ്കിലും കേടാണ് ആണെങ്കിൽ അതെന്ത് ചെയ്യാ, അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് നോക്കിയേ, റെക്കമെൻഡ് സർവീസ് ഇംപ്രൂവ്മെന്റ് ടു ദ മാനേജ്മെന്റ്. കണ്ടോ, മാനേജ്മെന്റിന് സർവീസ് ഇംപ്രൂവ്മെന്റ് വരുത്താനുള്ള റെക്കമെൻഡ് ചെയ്യുക, ശുപാർശകൾ ചെയ്യുക. സർവീസ് ഇംപ്രൂവ്മെന്റ് ടു ദ മാനേജ്മെന്റ്. അപ്പൊ ആ സർവീസ് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കാര്യങ്ങള് അതിനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യുക, മാനേജ്മെന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുക. അടുത്ത പോയിന്റ് നോക്കിയാൽ, മേക്ക് ഷുവർ ദാറ്റ് കംപ്ലൈൻസ് വിത്ത് സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസീസ്. സേഫ്റ്റിയും സാനിറ്റേഷൻ പ്രോട്ടോകോൾസും പാലിക്കുന്നുണ്ട്. കംപ്ലൈൻസ് എന്ന് വെച്ചാൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഈ ഹൗസ് കീപ്പിംഗ് ആ ഒരു സപ്പോർട്ടീവ് സർവീസ് ഇല്ലേ, അവര് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് സേഫ്റ്റി സാനിറ്റേഷൻ പോളിസികൾ പാലിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഡയറക്റ്റ് കൈ കൊണ്ടൊന്നും എടുക്കാൻ പാടില്ല, അല്ലേ, ഗ്ലൗസുകൾ ധരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുടെ സേഫ്റ്റി കാര്യങ്ങള് സാനിറ്റേഷൻ പോളിസികൾ ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. ജോലിക്ക് വേണ്ടിയിട്ടുള്ള വർക്കിനായിട്ടുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. ജോലിയുടെ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. എങ്ങനെ ജോലി ചെയ്യണം, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹമാണ് അതൊക്കെ എന്ത് ചെയ്യാൻ സ്ഥാപിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ചെയ്യണം അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നോക്കുക. then create സ്റ്റാഫിംഗ് ഷെഡ്യൂൾ. അടുത്ത സ്റ്റാഫിങ്ങിന്റെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഓരോ ഷിഫ്റ്റ് അനുസരിച്ചൊക്കെ ആയിരിക്കുമല്ലോ, അവർക്ക് ആ ഷെഡ്യൂൾ ചെയ്യുക. സ്റ്റാഫിങ്ങിന്റെ ഷെഡ്യൂള് എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. ഓരോ ടൈമിങ് കൊടുത്തോ അല്ലെങ്കിൽ എന്താ പറയാ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക. ഇത്രയും കാര്യങ്ങൾ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആദ്യത്തെ നമുക്ക് 2, 4, 5 പോയിന്റ്സിലും നമുക്ക് 4 പോയിന്റ്സിലും ഡയറക്റ്റ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 5ാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്ന ആ ക്ലീനിങ് എക്യുപ്മെന്റ്സ് നമ്മൾ പ്രോപ്പർ അതും അറിയാൻ പറ്റും അല്ലെ. ക്ലീനിങ് എക്യുപ്മെന്റ്സ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ഉറപ്പുവരുത്തുകയും അത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്തത് ഈ ഇംപ്രൂവ്മെന്റ്, സർവീസ് ഇംപ്രൂവ്മെന്റിനുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിന് റെക്കമെൻഡ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാനേജ്മെന്റിന് അവർക്കൊരു റെക്കമെൻഡ് ചെയ്യുക. അടുത്ത നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് കംപ്ലൈൻസ് വിത്ത്
കംപ്ലൈൻസസ് പാലിക്കുക. സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസീസ് എന്ത് ചെയ്യുക? സേഫ്റ്റി സാനിറ്റേഷൻ പ്രോട്ടോകോള് ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അദ്ദേഹം ചെക്ക് ചെയ്യണം. അത് അവർക്ക് തോന്നിയ രീതിയിലാവരുത്. സേഫ്റ്റി സാനിറ്റേഷൻ പോളിസികള് കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റാഫുകള്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഹൗസ് കീപ്പിംഗ് മാനേജർ തന്നെയാണ്. അടുത്ത നോക്കിയേ, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. മാനദണ്ഡങ്ങളും പ്രൊസീജിയറും എന്തിനുള്ള? ജോലിക്കുള്ള ആ ജോലിക്കുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ സ്ഥാപിക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റാഫിന്റെ ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്സുകള്? ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ്. സ്റ്റാഫിന്റെ ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചതിലുണ്ടല്ലോ, നിങ്ങൾ അത് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ അഥവാ ചോദിക്കാതെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക്. പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടിയിൽ വന്നത്, ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ, അല്ലെങ്കിൽ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ വരുന്നത് ഏത്, അങ്ങനെയാ ചോദിക്കുള്ളൂ. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അടുത്തത് പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഒരു ഐഡിയ അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുണങ്ങൾ വേണം. പിന്നെ അടുത്തതാണ് ചലഞ്ചസ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ലാസ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കിയത് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യണതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും അതിനകത്ത് ഒന്നാമത്തെ ആ പോയിന്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ടോ അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അതും കൂടി ഒന്ന് നോക്കി വെച്ചു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഇനി നമുക്ക് 2 ചാപ്റ്റർ കൂടി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരെണ്ണം തുടങ്ങാം. ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. അതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂളിലെ എന്റെ സെക്ഷൻ കഴിയും കേട്ടോ. വന്ദന മിസ്സിനും 2 ചാപ്റ്റർ ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. വഹിത മിസ്സിനും 2-3 ഉണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒന്ന് വായിച്ചു വെച്ചേക്കാം ഇന്നെടുത്ത സെക്ഷനുകൾ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.